നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാർക്കോഴ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പലസ്തീൻ വംശഹത്യക്കെതിരെയും ഇസ്രായേലിന് ഇന്ത്യ ആയുധം നൽകുന്നതിനെതിരെയും SDPIയുടെ പ്രതിഷേധം. ശങ്കരൻ വക്കീലിന്റെ പ്രവർത്തനം ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മുച്ചിറി മുറിയെണ്ണാക്കിനുള്ള സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പുമായി JCI കാലിക്കറ്റ്. ദക്ഷിണ പശ്ചിമ മേഖല തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട്ട് സമാപനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബാർക്കോഴ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. എല്ലാ വകുപ്പിലും മന്ത്രി മുഹമ്മദ് റിയാസ് കൈയിട്ട് വാരുകയാണെന്നും PA മുഹമ്മദ് റിയാസ് നിഴൽ മുഖ്യമന്ത്രിയാണെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വകുപ്പിലും കൈയിടുന്ന ഒരാളല്ലേ കോഴിക്കോട്ടുള്ളത്? മറ്റുള്ള മന്ത്രിമാരൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എല്ലാ വകുപ്പിലും കൈയിട്ട് വാരുന്ന ആള് മുഹമ്മദ് റിയാസാണ്. അദ്ദേഹത്തിനാണ് എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ കോഴിക്കോട്ടുകാർക്ക്? ഇതൊന്നും മനസ്സിലായില്ല. സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലും ഭരണം നടത്താനുള്ള ഭരണഘടനാ ബാഹ്യമായ അധികാരങ്ങൾ കയ്യിലുള്ള ആളാണ് മുഹമ്മദ് റിയാസ്. ഇപ്പൊ തന്നെ അദ്ദേഹം ഒരു നിഴൽ മുഖ്യമന്ത്രിയാണ്. അല്ല, അവർ രണ്ടുപേരും എങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു യോഗം നടത്തുന്നത്? അവർക്ക് എന്താ അധികാരം? സർക്കാരിൻ്റെ തീരുമാനമാണെങ്കിൽ രണ്ട് മന്ത്രിമാർ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രം യോഗം നടത്തുകയാണോ? അതാണ് ഞാൻ ആദ്യമേ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. ഓക്കെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പലസ്തീൻ വംശഹത്യക്കെതിരെയും ഇസ്രായേലിന് ഇന്ത്യ ആയുധം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടും SDPIയുടെ പ്രതിഷേധം. കോഴിക്കോട് നഗരത്തിൽ നടന്ന റാലിയും പ്രതിഷേധ സംഗമവും ജില്ലാ ജനറൽ സെക്രട്ടറി NK റഷീദ് ഉമരി ഉദ്ഘാടനം ചെയ്തു. പാലസ്തീനിലെ വംശഹത്യ അവസാനിപ്പിക്കുക, ഇസ്രായേലിന് ഇന്ത്യ ആയുധം നൽകുന്നത് നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നഗരത്തിൽ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NK റഷീദ് ഉമരി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വാഹിദ് ചെറുവറ്റ, സെക്രട്ടറി PT അഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗം എഞ്ചിനീയർ MA സലീം, TP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശങ്കരൻ വക്കീലിന്റെ പ്രവർത്തനം ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. NCP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അഡ്വക്കേറ്റ് A ശങ്കരൻ രണ്ടാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോടിന്റെ വികസന രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ ശങ്കരൻ വക്കീലിന്റെ പ്രവർത്തനം ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് മാതൃകാപരമെന്ന് NCP ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും ബഹുമാനപ്പെട്ട സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രിയുമായ ശ്രീ MK ശശീന്ദ്രൻ പ്രസ്താവിച്ചു.
നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹത്തെ നഗരം എന്നും ഓർമ്മിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. NCP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അഡ്വക്കേറ്റ് A. ശങ്കരൻ 2ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നഗരത്തിൽ 4 ആൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം ശങ്കരൻ വക്കീലിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് പ്രയോജനം ചെയ്തു ഇല്ലയോ എന്നതിനേക്കാൾ പാർട്ടിയുടെ സാന്നിധ്യമായി നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നഗരസഭയിലെ കൗൺസിലറായി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ തനതായ വ്യക്തിത്വം ആ മേഖലയിൽ പ്രകടിപ്പിക്കാനുള്ള കർമ്മകുശലത അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അഭിഭാഷക വൃത്തിയും പൊതുപ്രവർത്തനവും നടത്തുമ്പോൾ തന്നെ അദ്ദേഹം റേഡിയോ പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമായി. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ, P. സുധാകരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, C. സത്യചന്ദ്രൻ, TP വിജയൻ, മൂസ പന്തീരങ്കാവ്, PR സുനിൽ സിംഗ്, PKM ബാലകൃഷ്ണൻ, PM കരുണാകരൻ, തിരുവച്ചിറ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുച്ചിറി മുറിയണ്ണാക്കിനുള്ള സൗജന്യ ശസ്ത്രക്രിയ രജിസ്ട്രേഷൻ, സൗജന്യ ദന്തപരിശോധനകൾ, രക്തത്തിലെ പഞ്ചസാര, രക്തസമ്മർദ്ദം പരിശോധനകൾ എന്നീ സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് JCI കാലിക്കറ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 30 പോപ്പുലർ ആർക്കേഡ് വെസ്റ്റ് നടക്കാവിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ നിഖിൽ ഗോവിന്ദ് പറഞ്ഞു. ഇതെല്ലാം തന്നെ നമ്മൾ സ്റ്റാർ കെയർ വെച്ചിട്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ മെസ്സേജ് ഒന്ന് നിങ്ങളൊന്ന് പാസ് ചെയ്ത് നന്നായി. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഡെന്റൽ ഇതും കൂടെ നടത്തുന്നുണ്ട്, ഡെന്റൽ ക്യാമ്പ് കൂടെ. അതൊരു പരിശോധനാ ക്യാമ്പാണ്. ഈ നമ്മുടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഡെന്റലിന്റെ ഒരു ക്യാമ്പ് കൂടെ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. സഹകാർ മെഡിക്കൽസ്, DDRC, IDA എന്നിവയുടെ സഹകരണത്തോടെ JCI കാലിക്കറ്റ് പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 30 രാവിലെ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, പോപ്പുലർ ആർക്കേഡ് വെസ്റ്റ് നടക്കാവിലാണ് ക്യാമ്പ് നടക്കുക. കൗൺസിലർ അൽഫോൺസ മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ ജമീൽ സേട്ട് പറഞ്ഞു. അതിന്റെ സർജനാണ് ഡോക്ടർ നിഖിൽ ഗോവിന്ദ് സാറിനോട് കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ സ്റ്റാർ കെയർ കമ്പയർ ചെയ്തിട്ടാണ് ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനായ സ്മൈൽ ട്രെയിനിന്റെ ഭാഗമായി അതിന്റെ ഫണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. കംപ്ലീറ്റ്ലി ഫ്രീ സർജറിയാണ്. നമുക്ക് അത് പ്രായം ഭേദമായിട്ട് നമുക്ക് ഏത് കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് കുട്ടികളെ വലിയവർക്കൊക്കെ നമുക്ക് സർജറി ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരിക്കും നമ്മൾ കാണാറുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ടൊരു ഓക്വേർഡ് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് എല്ലാത്തിനും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഈ സർജറി മാറാറുണ്ട്. അതിനുള്ള സർജറി ചെയ്യുന്നുണ്ട്. ഇത് പുറമെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷുഗർ എല്ലാം ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് ഒരു ഡോക്ടറും ഉണ്ടാവും, പ്ലസ് നമ്മുടെ ഡെന്റൽ ഡോക്ടറും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
12 മണിക്കൂർ തുടർച്ചയായി റഫി ഗാനങ്ങൾ ആലപിച്ച് റെക്കോർഡിട്ട അഷ്റഫ് കോഴിക്കോടിനെ ഷിർദി സായി മന്ദിരം ആദരിച്ചു. സംഗീതികയുടെ പ്രതിമാസ പരിപാടിയിലാണ് അഷ്റഫിന് ആദരമൊരുക്കിയത്. ഗീതാദേവി വാസുദേവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഗീതികയുടെ പ്രതിമാസ പരിപാടി കല്ലായി റോഡ് ഷിർദി സായി ബാബ മന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കോഴിക്കോട് ആകാശവാണി മുൻ ആർട്ടിസ്റ്റ് ഗീതാദേവി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. CG സുമേഷ് സംഗീത കച്ചേരി അവതരിപ്പിച്ചു. തുടർച്ചയായി 12 മണിക്കൂർ മുഹമ്മദ് റാഫിയുടെ 125 ഗാനങ്ങൾ പാടി റെക്കോർഡ് നേടിയ അഷ്റഫ് കോഴിക്കോടിനെ ചടങ്ങിൽ ആദരിച്ചു. സായി മന്ദിരത്തിൽ അഷ്റഫ് ഷിർദി വാലെ സായിബാബ എന്ന ഗാനവും പാടി. തിരുവണ്ണൂർ സ്വാതി കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന നടത്തി. തപസ്യ ബാലൻ, KVS ബാബു, സാമൂഹ്യ പ്രവർത്തകൻ R ജയന്ത്കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദക്ഷിണ പശ്ചിമ മേഖല തൈക്വാൻഡോ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ നടന്നു. 8 സംസ്ഥാനങ്ങളിൽ നിന്നായി 400-ലേറെ കായിക താരങ്ങൾ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായാണ് 4 ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നത്. ദക്ഷിണ പശ്ചിമ മേഖല തായ്ക്വാൻഡോ ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിന മത്സരങ്ങളിൽ 37 സ്വർണ്ണ മെഡൽ നേടി കർണാടക ഒന്നാമതായി. 20 സ്വർണം നേടിയ കേരളവും 5 സ്വർണം നേടിയ ഗോവയും 2ഉം 3ഉം സ്ഥാനത്തെത്തി. 8 സംസ്ഥാനങ്ങളിൽ നിന്നായി 444 പേരാണ് മത്സരിക്കുന്നത്. സ്പാരിംഗ്, തുൾസ്, ഗ്രൂപ്പ് തുൾസ്, സെൽഫ് ഡിഫൻസ്, ടെക്നിക് എന്നീ ഇനങ്ങളിലാണ് മത്സരം. ഇത് നമ്മൾ 19ാമത്തെ സൗത്ത് വെസ്റ്റ് ഇൻവിറ്റേഷൻ ചാമ്പ്യൻഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ഈ പ്രാവശ്യം ഇപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ സമയമായപ്പോഴേക്കും 10ൽ കൂടുതൽ ഗോൾഡ് മെഡൽ നമുക്ക് റിസൾട്ട് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ജോസി സാറ് പറഞ്ഞ പോലെ തന്നെ 8 സ്റ്റേറ്റിൽ നിന്ന് 500ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്, 500ൻ്റെ മുകളിലേക്കായിട്ട്. സോ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ മെഡലും റിസൾട്ടും ഉള്ള ആൾക്കാർക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വരുന്നത് ബാംഗ്ലൂർ അടുത്ത ഓഗസ്റ്റിൽ, അത് കഴിഞ്ഞിൽ ഹൈദരാബാദിൽ നാഷണൽ തൈക്വാൻഡോ ചാമ്പ്യൻഷിപ്പ്, പിന്നെ വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പ് വരുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ. അതിലേക്കുള്ള സെലക്ഷനും കാര്യങ്ങളും കൂടെ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് ഉത്തരമേഖല IG സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസിംഗ് ചെയർമാൻ ജോസി ചെറിയാൻ, മാസ്റ്റർ രചന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അടിയന്തര പ്രാധാന്യത്തോടെ ഓടകൾ വൃത്തിയാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുണ്ടായിത്തോട് യൂണിറ്റ് ജനറൽ ബോഡി യോഗം മണ്ഡലം പ്രസിഡന്റ് OP രാജൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലമായതിനാൽ ഓടകൾ വൃത്തിയാക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി പ്രയാസം അനുഭവിക്കുകയാണ് കുണ്ടായിത്തോട്ടെ വ്യാപാരികൾ. അടിയന്തര പ്രാധാന്യത്തിൽ ഓടകൾ വൃത്തിയാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുണ്ടായിത്തോട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം അധികാരികളോട് ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് OP രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ പല അവകാശങ്ങളും നേടിയെടുക്കാൻ കാലാനുസൃതമായി നമുക്ക് സാധിച്ചു. ഇന്ന് വ്യാപാരികൾ 12 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളുടെ പരിരക്ഷയും അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി 40 വർഷത്തോളം നമ്മൾ പ്രയത്നിച്ചു. അത് നമുക്ക് വളരെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലുപരി ഇന്നൊരു വ്യാപാരി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദ്യം 5-10 വർഷമായി നമ്മുടെ മെമ്പർമാരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വസ്തുതയാണ്. ആ വസ്തുത പരിഹരിക്കുന്നതിന് വേണ്ടി ഈ 2023 കാലഘട്ടത്തിൽ ആശ്വാസ് പദ്ധതി എന്ന പേരിൽ ഒരു പരിരക്ഷ, വ്യാപാരികൾക്ക് പരിരക്ഷ എന്ന ഒരു പദ്ധതി നാം നടപ്പിലാക്കുകയും അത് വളരെയധികം വിജയപ്രദമായി നമ്മൾ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് R രമേശൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KM ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി K ബീരാൻ, ട്രഷറർ PM അജ്മൽ, P ഗണേശൻ, KP ഷൈജു എന്നിവരും സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി P രമേശൻ പ്രസിഡന്റ്, ഗണേശൻ P ജനറൽ സെക്രട്ടറി, ഷൈജു KP ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാറോപ്പടി സ്നേഹം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ഡോക്ടർ ദേവി മണിലാൽ
നേത്രാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പരിശോധനകൾക്കായി എത്തി. പാറോപ്പടി സ്നേഹ റെസിഡൻസ് അസോസിയേഷനും ഡോക്ടർ അഗർവാൾസ് കണ്ണാശുപത്രിയും സംയുക്തമായി പാറോപ്പടി ആരാധന നഴ്സറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിസി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 15ാം വാർഡ് കൗൺസിലർ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി കൺവീനർ ജേക്കബ് ജോസ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, ശ്രീ പി സദാനന്ദൻ മാസ്റ്റർ, പി കെ നളിനാക്ഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും വലിയ റെസിഡൻസ് അസോസിയേഷനുകളിൽ ഒന്നാണ്. ഏകദേശം 450 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അഗർവാൾസ് ഐ ഹോസ്പിറ്റലും കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാന നേത്ര ആശുപത്രിയാണ്. ഈ 2 സംഘടനകളും ചേർന്നാണ് ഈ ഐ ക്യാമ്പ് നടത്തുന്നത്. ഈ പ്രദേശത്തെയും അതുപോലെ സമീപ പ്രദേശങ്ങളിലെയും മാക്സിമം ആളുകളെ കവർ ചെയ്യാനാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ തന്നെ 15ാം വാർഡ് കൗൺസിലർ ശ്രീ ചന്ദ്രൻ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതുവരെയായി 100ഓളം ആളുകളുടെ പരിശോധന നടത്തി. അതുപോലെ തന്നെ അഗർവാൾസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള നേത്രരോഗ വിദഗ്ധരായ ഡോക്ടർമാരുടെ ക്ലാസുകളും രാവിലെ സംഘടിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ ദേവി മണിലാൽ നേത്രാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് വിജ്ഞാനപ്രദമായ ക്ലാസ് നയിച്ചു. മിനി അരവിന്ദ് നന്ദി രേഖപ്പെടുത്തി. 150ൽ പരം അംഗങ്ങൾ ഈ സൗജന്യ നേത്ര പരിശോധന പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വേങ്ങേരി പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നടത്തി. കൗൺസിലർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. വിജയികൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും സമ്മാനങ്ങൾ നൽകി. വേങ്ങേരി പ്രതീക്ഷ റെസിഡൻസ് വാർഷികാഘോഷ പരിപാടി കൗൺസിലർ ഒ സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കേരളത്തിന്റെ കലയും സംസ്കാരവും സാഹിത്യവും എല്ലാം കേരളീയ സമൂഹത്തെ മുന്നോട്ട് നീക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയാണ്. ഇത് നമുക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പോയാൽ ഇത്ര സംസ്കാര സമ്പന്നമായ ഒരു നാടിനെ കാണാൻ കഴിയില്ല. അതിൽ നമുക്ക് അഭിമാനിക്കാം. നാം കേരളത്തിൽ ജനിച്ചവരാണ്. ഏറ്റവും വിദ്യാസമ്പന്നരുള്ള നാടേതാ രാജ്യത്തിൽ നിന്ന് വെച്ചാൽ നമ്മുടേതാണ്. ഏറ്റവും നല്ല സാംസ്കാരിക ബോധമുള്ള ജനത അധിവസിക്കുന്ന നാട് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 10-15 വർഷത്തോളമായി ഈ അസോസിയേഷന്റെ പ്രവർത്തന കാലയളവ്. പ്രസിഡന്റ് PR സുനിൽ സിംഗ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കായിക കലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കിയവർക്കും SSLC+2 മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിജയൻ കാളിൽ, വി സുരേഷ്, ഉണ്ണികൃഷ്ണൻ കാളിൽ, ടി ഗോകുൽദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KLGSA സംസ്ഥാന പ്രസിഡന്റായിരുന്ന KK സുരേഷിനും KPSTA ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന പ്രസന്ന കരോളിക്കും കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വീകരണം. ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ പരിപാടി DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. KLGSA സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന KK സുരേഷ്, KPSTA ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന പ്രസന്ന കരോളി എന്നിവർക്ക്
ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവർ നടത്തുന്ന ഓരോ പരിപാടികൾ, ഓരോ സമരങ്ങൾ, ക്യാമ്പുകൾ, സമ്മേളനങ്ങൾ എല്ലാം അടുക്കും ചുറ്റുന്നതാണ്. ഇത്തവണ വടകരയിലെയും കോഴിക്കോട്ടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ KPSTA ആ സെൻട്രൽ കമ്മിറ്റി ഓഫീസുകൾ നൽകിയ സേവനങ്ങൾ എടുത്തു പറയുന്നതാണ്. സർവീസ് ഇരിക്കുമ്പോൾ തന്നെ ശ്രീ ടീച്ചർ നമ്മുടെ സംഘടനയ്ക്കായി വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചറയിൽ നമുക്ക് വളരെ സജീവമായി ഒരുപാട് കേഡറേഴ്സായ പ്രവർത്തകരുടെ അതിശക്തമായ സേവനം അത്യധികമായി ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന രംഗത്തേക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ടീച്ചർക്കും നമുക്ക് ഉചിതമായ പദവി കൊടുത്ത് പാർട്ടിയിൽ സജീവമാക്കണം. അതിനാക്കാൻ ആ കാര്യത്തിൽ ഞാൻ മുന്നിലായിരിക്കും. ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ അധ്യക്ഷനായിരുന്നു. TK അബ്ദുൽ ഗഫൂർ, മുരളി ബേപ്പൂർ, K ഉദയകുമാർ, T ശിവദാസൻ, AM അനിൽകുമാർ, രാജേഷ് അച്ചാറമ്പത്ത്, നവാസ് അരക്കിണർ, P രജനി, ആഷിഖ് പിലാക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉത്തര കേരളത്തിലെ ആദ്യ ECPR ചികിത്സാ സംവിധാനം കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ആരംഭിച്ചു. ലോക എമർജൻസി മെഡിസിൻ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കസബ സർക്കിൾ ഇൻസ്പെക്ടർ M രാജേഷ് നൂതന ചികിത്സാ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. ഈ എക്മോ മെഷീനിൽ നമ്മൾ സാധാരണ രീതിയിൽ ഹൃദയത്തിന്റെയും ലങ്സിന്റെയും ഈ രണ്ടിന്റെയും പ്രവർത്തനം ഒരു മെഷീന്റെ സഹായത്തോടു കൂടെ ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹൃദയത്തിന്റെ പമ്പിങ് പോലെ നമ്മൾ ഈ ബ്ലഡ് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യും. നമ്മളൊരു ഈ രക്ത സമ്മർദ്ദം കൃത്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. രണ്ടാമത്തേത് ഓക്സിജനേഷൻ. നമ്മൾ ലങ്സിന് കൃത്യമായ രീതിയിൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടെ പോലും ഓക്സിജന്റെ അളവ് നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ കൃത്രിമമായിട്ട് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ ഓക്സിജന്റെ അളവ് നിലനിർത്താം. ECPR ചികിത്സാ സംവിധാനത്തോടൊപ്പം എക്മോ സംവിധാനത്തോടു കൂടിയ 5G എക്മോ ആംബുലൻസിന്റെയും പ്രവർത്തനം മിംസ് ആശുപത്രിയിൽ തുടങ്ങിയതായി അധികൃതർ പറഞ്ഞു. ഹൃദയസ്തംഭനം സംഭവിച്ച് എമർജൻസി വിഭാഗത്തിലെത്തിയ രോഗിക്ക് പുനർജീവന ചികിത്സാ രീതികൾ നൽകിയിട്ടും ഹൃദയത്തിന്റെ പ്രവർത്തനം തൃപ്തികരമായ രീതിയിലേക്ക് എത്താതിരിക്കുമ്പോൾ എക്മോ മെഷീനിന്റെ സഹായത്തോടെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതോടൊപ്പം തലച്ചോറിന് സംഭവിക്കുന്ന ഗുരുതരമായ തകരാറുകളും കുറയ്ക്കാൻ കഴിയുന്ന ചികിത്സാ രീതിയാണിത്. ECPR നൂതന ചികിത്സാ സംവിധാനം കസബ സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് M ഉദ്ഘാടനം ചെയ്തതായും എമർജൻസി വിഭാഗം ഡയറക്ടർ ഡോക്ടർ വേണുഗോപാലൻ PP, ഡെപ്യൂട്ടി CM S നൌഫൽ ബഷീർ, ക്രിട്ടിക്കൽ കെയർ ഡയറക്ടർ ഡോക്ടർ അനൂപ് കുമാർ AS, കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പലസ്തീൻ വംശഹത്യക്കെതിരെയും ഇസ്രായേലിന് ഇന്ത്യ ആയുധം നൽകുന്നതിനെതിരെയും SDPIയുടെ പ്രതിഷേധം. ശങ്കരൻ വക്കീലിന്റെ പ്രവർത്തനം ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മുച്ചിറി മുറിയെണ്ണാക്കിനുള്ള സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പുമായി JCI കാലിക്കറ്റ്. ദക്ഷിണ പശ്ചിമ മേഖല തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട്ട് സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.